ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കൊണാമി നമുക്ക് ഈ വേൾഡ് കപ്പിൻ്റെ ക്യാമ്പയിനായിട്ട് ഫ്രീ ആയിട്ട് 2 ഷോർട്ട് ടൈം കാർഡ്സ് തന്നിട്ടുണ്ട്. ഒരു നമ്മുടെ ലയണൽ മെസ്സിയുടെയും പിന്നെ ഒരു നമ്മുടെ യമാലിൻ്റെയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ യമാലിൻ്റെ ഒരു പ്ലെയർ റിവ്യൂത്ത് ഗെയിം പ്ലേ ആയിട്ടോ. അപ്പോൾ കിടിലൻ കാർഡ്സാണ് രണ്ടും. ഫ്രീ ആയിട്ട് വരുന്നതിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട് ഈ 2 കാർഡിനും. അതുപോലെ തന്നെ നമുക്ക് 2026 സ്റ്റാർട്ടിങ്, ഈ ഫുട്ബോൾ 2026 സ്റ്റാർട്ടിങ് 2 പാക്ക് തന്നായിരുന്നു മെസ്സിയുടെയും യമാലിൻ്റെയും. അപ്പോൾ അതെടുത്തവരൊക്കെ പൊട്ടന്മാരാക്കണ പോലെയാണ് ഈ കാർഡ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മളന്ന് 1800 കോയിൻ കൊടുത്തിട്ട് ആ കാർഡ്സ് എടുത്തായിരുന്നു. അപ്പോൾ അതിനായിട്ട് നല്ല സ്റ്റാറ്റ്സും റേറ്റും ഒക്കെ വരണതാണ് ഈ പ്ലേയേഴ്സ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെടുത്തവന്മാർ ചൈസായിട്ട് പൊട്ടന്മാരെ എന്തായാലും കുഴപ്പമില്ല, അതിൽ ഞാനും പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷമം പറയുന്നത്, വേറെ ഒന്നല്ല. പോയത് പോട്ടെ, എന്തായാലും ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കളക്ട് ചെയ്ത് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കളിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ യമാൽ എങ്ങനെ കളിക്കും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പ്രോഗ്രഷൻ ഓട്ടോ ഇട്ടിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. സ്പെഷ്യൽ പ്രോഗ്രഷൻ വേണം നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാറ്റ്സും കാര്യങ്ങളും നോക്കാം. അപ്പോൾ 18 വയസ്സുള്ള യമാലാണ്. ഹൈറ്റ് 180 ആണ്. ഓരോ കാർഡിനും ഓരോ ഹൈറ്റാണ് മൂപ്പർക്ക്. ആൾ വളർച്ചയുടെ ഭാഗമായിട്ടേ 16 വയസ്സിലായിട്ട് വന്ന് കാർഡാണ് തുടങ്ങിയത്. ഇപ്പോൾ 18ആയി. അപ്പോൾ ഓരോ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് ഫുട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ആൾ ഫേവറേറ്റ് ഫുട്ട് ലെഫ്റ്റ് ആണ്, അറിയാലോ. പിന്നെ ആളുടെ റോമിംഗ് ഫ്ലൈങ് ആണ് പ്ലേ സ്റ്റൈല്. പിങ്ങെന്നൊക്കെ കട്ട് ചെയ്ത് വന്ന് അടിക്കാൻ ടോപ്പായിരിക്കും. അതുപോലെ തന്നെ പ്ലേ സ്റ്റൈൽസ് പറഞ്ഞാൽ ട്രിക്കസ്റ്റർ, മാസിങ് റണ്ണ്, സ്പീഡിയം ബുള്ളറ്റ്, ഇൻവെസി റണ്ണ്, ഏർലി ക്രോസർ. അപ്പോൾ ആളുടെ സ്പെഷ്യൽ സ്കില്ല് വന്നിരിക്കുന്നത് നമ്മളുടെ ഗെയിം ചേഞ്ചിങ് പാസ് പറഞ്ഞ സ്കില്ലാണ്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റ് ആവും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം പോകുന്നുണ്ട് ആ സ്കില്ല് വരുന്നത്. അതുപോലെ തന്നെ ആളുടെ ഓവർ റേറ്റ് വന്നിട്ട് 103 അത്യാവശ്യം നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ അറ്റാക്കിങ് അവർനെസ് 81, ബോൾ കൺട്രോൾ 98, ഡ്രിബിളിങ് 98, ടൈറ്റ് പൊസിഷൻ 97. അപ്പോൾ ഓട്ടോയിൽ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രിബിളിങ് കിട്ടുന്നുണ്ട്. എല്ലാവരും 100ൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, സെറ്റാണ്. ലോ പാസ് ലോഫ്റ്റഡ് പാസും 81, 80 അപ്പോൾ അവിടെ ആ സ്കില്ലിന് പറ്റിയ ഈ പാസിങ് എബിലിറ്റി ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. അത് കളിപ്പിക്കാൻ നോക്കാം. അതുപോലെ ഫിനിഷിങ് 85, കേൾ 84. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ വിങ്ങുന്നൊക്കെ കേൾ ചെയ്തിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സ്പീഡ് ആക്സലേഷനൊക്കെ 90, 94 അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ കിക്കിംഗ് പവർ 89 ഉണ്ട്, ബാലൻസ് 89, സ്റ്റാമിന 84. അപ്പോൾ ഒരു 70 മിനിറ്റൊക്കെ വരെ പക്കയായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാലൻസും. അപ്പോൾ ഡ്രിബിൾ ചെയ്ത് എന്തായാലും നമുക്ക് പിടയ്ക്കാൻ നോക്കാം മാക്സിമം കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ള വീക്ക്ഔട്ട് യൂസേജ് ഒക്കേഷനിൽ വീക്ക്ഔട്ട് ആക്യുറസി ഹൈ ആണ്. റൈറ്റ് കൊണ്ടും കുഴപ്പമില്ലല്ലോ. ഫോം അൺവെയറിങ്, ഇഞ്ചർ റെസിസ്റ്റൻസ് മീഡിയം. അപ്പോൾ ഇതിപ്പോൾ കുറവുണ്ടെങ്കിൽ അവർ കൂട്ടി കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്നേഴ്സ് അല്ലേ, അപ്പോൾ അങ്ങനെ കൊടുക്കുള്ളൂ. എന്തായാലും നോക്കാം, എന്തായാലും കളിപ്പിച്ച് നോക്കാം. സോ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരുന്ന ഫാൻറ്റസിയ പറഞ്ഞുള്ള ബൂസ്റ്ററാണ്. ഇതിലേക്ക് നിങ്ങൾ വല്ല ഫ്രീ കിക്ക് ടേക്കിങ് അല്ലെങ്കിൽ പിന്നെ ആക്യുറസി, സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതും കൊടുത്താലും കുഴപ്പമില്ല, ഫാൻറ്റസി അടിപൊളി തന്നെയാണ്. സോ സ്കിൽസ് വന്നിരിക്കുന്നത് ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, മാസിലേട്ടേൺ, സോൾ കൺട്രോൾ, ലോങ് റേഞ്ച്, കേളർ, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, പിൻ പോയിൻറ്റ് ക്രോസിങ്, ഔട്ട് സൈഡ് കേളർ, പിന്നെ സ്പെഷ്യൽ സ്കില്ലായ ഗെയിം ചേഞ്ചിങ് പാസ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ലോങ് റേഞ്ച് ഷൂട്ടിങ് ആഡ് ചെയ്യുക, പിന്നെ ഒരു റൈസിങ് ഷോട്ട് ആഡ് ചെയ്തോ, പിന്നെ ഗെയിംമാൻഷിപ്പ് ആഡ് ചെയ്തോ. അത്രയൊക്കെ മതി. ഞാനിപ്പോൾ ഇതിൽ 2-3 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നക്കിൾ ഷോട്ട് കിട്ടി, റൈസിങ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും തൽക്കാലം ഇതൊക്കെ വെച്ചിട്ട് കളിപ്പിച്ചോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ യമാൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുമെന്ന് വിചാരിക്കാം. എന്തായാലും ഗൈസ്, നമുക്ക് നേരെ ഗെയിം പ്ലേക്ക് പോവാം. റിബറി അളിയ. ഓക്കെ, 4 ലൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ലൈൻ ടു യമാൽ, ഡാഷ് അടിച്ചിട്ടുണ്ട്. യമാൽ നൈസ് വൺ. യമാൽ ഒന്ന് ടേൺ എടുക്കാം. നൈസ് വൺ യമാൽ. ഒരു സ്പ്രിൻറ്റ് കൊടുക്കാം. ഓക്കെ, കേൾ ചെയ്ത് കൊടുക്കാം. യമാൽ എൻ്റെ പൊന്ന് ഗൈസ്, ഫസ്റ്റ് ടൈം അപ്പോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സെലിബ്രേഷൻ ഇതേതാ, ഇതിൻ്റെ ഇവരുടെ വെച്ച ഡാൻസിങ് അല്ലേ? കിടു സെലിബ്രേഷൻ പോലെ ഒരു രക്ഷയില്ല. സെലിബ്രേഷൻ പൊളിച്ചു, ഗോളും പൊളിച്ച്. ഏതോ സാധനം സെലിബ്രേഷൻ. മറ്റേ 2 പേര് നോക്കിയിട്ടുണ്ട് എന്ത് ചെയ്യണ്ടറിയുണ്ട്. ഓക്കെ യമാലെ നമ്മളെടുത്തേ, ഒന്ന് ടേൺ വന്നേ. ഓക്കെ, നൈസ് യമാൽ. ഓക്കെ, റോൾ ഓവർ ഇടാം. നൈസ് വൺ യമാൽ. ഒരു റോൾ ഓവർ ഇടും. നൈസ് വൺ യമാൽ. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. എടാ ഓക്കെ, യമാലിനെ എടുത്തിട്ട് കേളി നോക്കാം. യമാൽ എടാ പോസ്റ്റ്. ഓക്കെ, ടോട്ടി ക്രോസ് കൊടുക്കാം. യമാലെട്ടി. യമാൽ എടാ അത്ര അടുത്തടിച്ച് പോസ്റ്റ് പഠിച്ച് കയറിയത് നീ. അടുത്ത സ്റ്റെപ്പ് ഭാഗ്യം കൊണ്ട് ഗോളായിട്ടോ. 4 ലൈനാണ് എടാ, എൻ്റെ അളിയ പണി പാളി. ഓക്കെ, എടുത്തിട്ടുണ്ട് കേട്ടോ. കോസ്റ്റ് കോട്ടെ ആൻഡ് ഇറ്റ്സ് ഡെക്കോ ടു ഓടോ. ഓക്കെ, യമാൽ എടുത്തിട്ടുണ്ട്. യമാൽ ഉള്ളി കയറാം. യമാൽ. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. യമാൽ എടാ ത്രൂ ബോൾ തള്ളീൻ്റെ ഇട എത്ത്. ഓക്കെ, യമാൽ റോൾ ഓവർ. നൈസ് വൺ യമാൽ. ഒരു റോൾ ഓവർ കൊടുക്കാം. ഓക്കെ, നൈസ് ഡ്രിബിളിങ്. ഓക്കെ, യമാൽ അടുപ്പിച്ച് നോക്കാം. യമാൽ എൻ്റെ പൊന്നാളി, എന്ത് വെട്ടാവും വെട്ടിയത്. കാർഡ് റെഡ്.
ആ റെഡ് എന്ത് പറ്റി ഹസാഡ്. ഓ ഡെക്കോ ഓക്കെ യമാൽ എടാ യമാൽ കൊടുത്തേ ഓക്കെ യമാൽ ഓക്കെ അടിപ്പിച്ച് നോക്കാം യമാൽ ഡിപ്പിംഗ് ഷോട്ട് കൊടുത്തു അല്ല നെക്കിൾ ഷോട്ട് കൊടുത്തിട്ടില്ല പോ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോസ്റ്റക്കോട്ടെ ആൻഡ് ഇറ്റ് സ്ലാറ്റൻ ടു ഫോർ ലൈൻ ടു ടോട്ടി ടു യമാൽ ഓക്കെ ഒരു ത്രൂ തള്ളാം അടി എടാ അടിക്ക് ഗോളാക്ക് ആളുടെ മറ്റ ഔട്ട് സൈഡ് കെർണർ ബോൾ യമാലിൻ്റെ കിടിലം ബോളായിട്ടോ. ഇതാണ് ഇനി ഗെയിം ചേഞ്ചിങ് പാസ്. ആൻഡ് ഇറ്റ് സ്ലാറ്റൻ ടു ഫോർ ലൈൻ ടു ടോട്ടി ടു യമാൽ ത്രൂ തള്ളാം ഓക്കെ സ്ലാറ്റൻ ഓഫ് അല്ലല്ലോ ഓക്കെ ഗൈസ് സ്ലാറ്റൻ ഗോൾ അടിച്ചിട്ട് ഔട്ട് സൈഡ് ട്രവൽ പാസ് ഉണ്ടല്ലോ അതെന്നെ സാധനം കേട്ടോ കിടിലൻ റൈക്കാർഡ് ആൻഡ് ഇറ്റ്സ് ഫോർ ലൈൻ ത്രൂ തള്ളിയിട്ട് യമാൽ സ്പ്രിന്റ് അടിച്ച ഓക്കെ നൈസ് ഓൺ യമാൽ ത്രൂ തള്ളാം അയ്യേ ഓക്കെ ടോട്ടി എടാ ഞാനേ സ്ലാറ്റർ വെച്ചതാ പക്ഷെ ടോട്ടിലേക്ക് പോയി. ഓക്കെ ഓട്ടോ എടുത്തിട്ടുണ്ട് ഓട്ടോ ടു യമാൽ ഓക്കെ നൈസ് വൺ ഒന്ന് ഓക്കെ ടേൺ എടുത്തിട്ടുണ്ട് നൈസ് വൺ യമാൽ ഓക്കെ അടുപ്പിച്ച് നോക്കാം യമാലെ ഫേക്ക് ഇട് ഓക്കെ നൈസ് വൺ ഒന്ന് അടുപ്പിച്ച് നോക്കാം യമാൽ ചേടാ പോസ്റ്റ് ഇടാ ഓക്കെ ഓട്ടോ എടുക്ക് ഓട്ടോ ക്രോസ് ഇടാം യമാലെ എടാ പോയി ആഡംസ് ആൻഡ് ഇറ്റ്സ് യമാൽ ടേൺ എടുക്കാൻ നൈസ് വൺ യമാൽ അടുപ്പിക്കുന്നുണ്ട് ഓർത്തിക്ക് പോയിടാ അടിച്ചറോനോ തിരിച്ചടിക്കണം ഓക്കെ റൈക്കാർഡ് ഹെഡ് ചെയ്ത് സ്ലാട്ടാ ഫോർ ലൈൻ ഹെഡ് ചെയ്തന്നേ ഓക്കെ യമാൽ എടുത്തിട്ടുണ്ട് ത്രൂ ബോൾസ് ഓട്ടോന്ന് യമാൽ ടേൺ എടുക്കാം ഓക്കെ യമാൽ ഓക്കെ നൈസ് ഫീൽഡിങ് ഒന്ന് ബാക്ക് വലിക്കാം യമാൽ ആഡംസ് അവിടെ പോയിട്ട് റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം അഡപ്പൊൻ്റെ കിടല ഗോള് ഒരു രക്ഷയില്ല ആഡംസ് അവിടെ ചത്ത് എക്സിറ്റ് ആയോ ഫോർ ലൈൻ്റെ നമുക്ക് എന്തായാലും ഡെക്കോക്ക് വെച്ചിട്ടുണ്ട് ഡെക്കോച്ച് യമാൽ ഓക്കെ അടുപ്പിച്ച് നോക്കാം യമാൽ എടാ പോസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നു കേട്ടോ യമാൽ ആൻഡ് ഇറ്റ്സ് യമാൽ ത്രൂ തള്ളാം ഫോർ ലൈൻ ടേൺ എടുത്ത് അടിച്ച ഫോർ ലൈൻ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ യമാലിൻ്റെ നൈസ് ഒരു അസിസ്റ്റ് ആയിരുന്നു പുള്ളിന്ന് പറയാത്തില്ല. ഓക്കെ ഡെക്കോ ടു യമാൽ ടേൺ വരാം ത്രൂ തള്ളാം ഓക്കെ ഫോർ ലൈൻ കേൾ കൊടുക്കാം അയ്യേ എടാ റൈറ്റ് ഫുട്ട് കൊണ്ട് അടി വന്നത് ഫ്ലട്ട വന്നിരുന്നേ ഓക്കെ ഫോർ ലൈൻ ത്രൂ ബോൾ കൊള്ളാം യമാൽ ഓക്കെ ഒരു കേൾ കൊടുത്ത് നോക്കാം യമാൽ എൻ്റെ അളിയാ എന്താ ബ്ലിറ്റ്സോ യമാൽ വീണ്ടും സ്കോർ ചെയ്തിട്ട് ഗൈസ് ടോപ്പ് കോർണർ ഗോൾ ഡോയിഫ് ഓക്കെ റൈക്കാർഡ് എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് യമാൽ നൈസ് ടേൺ യമാൽ ഓക്കെ അടുപ്പിച്ച് നോക്കാം യമാൽ ബാഗർ അഗൈൻ യമാൽ ഈസ് സ്മാഷിംഗ് അളിയ ചെക്കൻ ഒരു രക്ഷയില്ല കേട്ടോ പൊളി നല്ല ഡ്രിബിളിംഗ് ഉണ്ട് സ്പീഡ് ഫിസിക്കൽ കോണ്ടാക്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അസാഡാണോ എൻ്റെ അസാഡെ എടുക്ക് ഓക്കെ ആഡംസ് നൈസ് ഇൻട്രസെപ്ഷൻ ആൻഡ് ഇറ്റ്സ് റൈക്കാർഡ് ടു ഡെക്കോ ടു യമാൽ നൈസ് ടേൺ ഓക്കെ നൈസ് ഡ്രിബിളിംഗ് യമാൽ നൈസ് ഡ്രിബിളിംഗ് ഓക്കെ യമാൽ ഓക്കെ അടുപ്പിച്ച് നോക്കാം യമാൽ അടാ പുറത്ത് പോയടാ നല്ല ഡ്രിബിളായിരുന്നു. ഈ ഡെക്കോ പന്തെടുക്ക് ആൻഡ് ഇറ്റ്സ് യമാൽ ഒരു ടേൺ വരും ഓക്കെ ടേൺ വരാം ഓക്കെ ഓപ്പൺ ആണ് അവിടെ ഓക്കെ സ്പ്രിന്റ് അടിക്കാം യമാൽ അടുപ്പിച്ച് നോക്കാം യമാൽ സേവ് ഡൊണാൾഡ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റൈക്കാർഡ് ആൻഡ് ഇറ്റ്സ് യമാൽ ത്രൂ തള്ളാം ഓക്കെ ഡെക്കോ യമാൽ പോണ്ട് യമാൽ പന്തെടുക്ക് യമാൽ ഓക്കെ ഒരു ത്രൂ തള്ളാം ഓക്കെ ഫോർ ലൈൻ എടാ നാരി നല്ലൊരു ബോളായിരുന്നല്ലോ അവിടെ യമാലിൻ്റെ ചെക്കൻ്റെ അസിസ്റ്റ് കളഞ്ഞു റൈക്കാർഡ് ആൻഡ് ഇറ്റ്സ് യമാൽ ടേൺ വരാം നൈസ് വൺ യമാൽ ഓക്കെ റോൾ ഓവർ കൊടുക്കാം ഓക്കെ നൈസ് ടൈമിങ് അടി പൊളി സ്റ്റണ്ണിങ്ങോട് വരട്ടോ ടൈമിങ്ങിനുള്ള സ്കില്ലും അടിയും റോൾ ഓവർ രക്ഷൂല സെലിബ്രേഷൻ ആട്ടോ കോമഡി പൊളി സാധനം ആൻഡ് ഇറ്റ്സ് യമാൽ ഓക്കെ യമാൽ മാസലിട്ട് നൈസ് വൺ ഓക്കെ യമാൽ അടുപ്പിച്ച് നോക്കാം യമാൽ ജസ്റ്റിന് പോയി ചെല്ലത്തൊക്കെ ചെറുതായി ഒന്ന് മിസ് ആവും കേട്ടോ ആൻഡ് ഇറ്റ്സ് റൈക്കാർഡ് ടു യമാൽ ടു ഡെക്കോ ടു ഫോർ ലൈൻ ത്രൂ തള്ളാം ഓക്കെ യമാൽ നൈസ് ഡ്രിബിളിംഗ് ഓക്കെ യമാൽ ടേൺ വരാം റോൾ ഓവർ കൊടുക്കാം ഓക്കെ ഒരു റോൾ ഓവർ കൊടുക്കാം ഓക്കെ ഒരെണ്ണം കൂടി കൊടുക്കാം കേൾ കൊടുക്കാം യമാൽ സ്റ്റണ്ടിങ് വന്നിട്ടോ ഗൈസ് യമാലിൻ്റെ ഡ്രിബിളിങ്ങും അടിയും പൊളി നല്ല ബാലൻസ് ഉണ്ട് ടൈമുള്ള സ്കില്ലും ആൻഡ് ഇറ്റ്സ് ഓട്ടോ ടു ഡെക്കോ ടു ഫോർ ലൈൻ ടു ഓട്ടോ ത്രൂ തള്ളാം ഓക്കെ യമാലാണ് ഓക്കെ ഒരു ക്രോസ് വെക്കാം ഓക്കെ ഫോർ ലൈൻ നൈസ് വൺ ട്രവൽ പാസിന് കൊടുത്ത് കിടലം ഫിനിഷായി ഫോർ ലൈൻ ഗോൾ അടിച്ച് യമാലിൻ്റെ അസിസ്റ്റ് ഓട്ടോ ഓക്കെ നമ്മുടെ ഒക്കെ എടുത്തിൻ്റെ റൈക്കാർഡ് ആൻഡ് ഇറ്റ്സ് യമാൽ ടു ഡെക്കോ ത്രൂ തള്ളാം യമാലോട് ഓക്കെ യമാൽ ഒന്ന് വലിക്കാം ഓക്കെ നൈസ് പാസ് ഫോർ ലൈൻ പോസ്റ്റും അടിച്ചറാ ഓക്കെ റൈക്കാർഡ് ടു യമാൽ ടേൺ വരാം
ഓക്കെ യമാൽ റോൾ ഓവർ കൊടുക്കാം. ഓക്കെ മാസ് റിട്ടേൺ വന്ന് ഒരു റോൾ ഓവർ കൊടുക്കാം, അടുപ്പിച്ച് നോക്കാം. യമാൽ ബാങ്കർ ഗൈസ്, കിടിലം കാട്ടിട്ടോ, നല്ല സ്മൂത്ത് ഉണ്ട്, അടി ഡ്രിബിളിങ് എല്ലാം പുളി. അപ്പോൾ ഗൈസ് നമ്മളവിടെ യമാലിനെ വെച്ചിട്ട് കുറച്ച് കളി കളിപ്പിച്ചു. സംഭവം നല്ല പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. ഫ്രീ കാർഡിൻ്റെ ഒരു എബിലിറ്റിയിൽ നല്ല കാർഡനായിട്ട് തോന്നുന്നത്. ഫ്രീ കാർഡ് വരുന്നതിൽ മെച്ചമുള്ളൊരു പെർഫോമൻസ് ഉണ്ട്, ഞാൻ സത്യം പറയാലോ. നന്നായി ഡ്രിബിളിങ് ഉണ്ട്. പക്ഷേ നമ്മൾ യമാലിനെ കിട്ടുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ സാധനം മൂപ്പര് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും ഒരു ഷൂട്ടിംഗ് സ്കില്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പെർഫെക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തോളും. കേൾ അത്യാവശ്യം കുഴപ്പമില്ല, സ്റ്റണ്ണിങ് നന്നായി അടിക്കാൻ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് ആ പ്ലേ സ്റ്റൈൽസ് ഉണ്ടല്ലോ ആളുടെ, അത് നന്നായി വർക്കാവുണ്ട്, നല്ല രീതിയിൽ അടിച്ച് കയറുന്നുണ്ട്. സ്പ്രിൻ്റൊക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ബാലൻസ് പിടിച്ചാൽ കിട്ടില്ല, ബാക്കിൽ നിന്ന് കുറേ വലിക്കാൻ നോക്കുന്നുണ്ട് ഓപ്പോണൻസ്, പക്ഷേ നല്ല ബോഡി ബാലൻസും റൈറ്റ് പൊസിഷനൊക്കെ ഉള്ളതുകൊണ്ട് കിടലായിട്ട് തന്നെ കളിക്കുന്നുണ്ട് മൂപ്പര്. അപ്പോൾ ടോപ്പ് തന്നെയാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അതിനനുസരിച്ചുള്ള പെർഫോമൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് റൈറ്റിംഗ് ഫോർവേഡിന് ആവശ്യമുണ്ട്, അത്യാവശ്യം നല്ല ടോപ്പ് പെർഫോമൻസ് തന്നെ റൈറ്റിംഗ് ഫോർവേഡ് വേണമെങ്കിൽ യമാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫ്രീ കാർഡാന്ന് പറഞ്ഞാൽ വെറുതെ വെക്കേണ്ട, ഒരു വട്ടെങ്കിലും യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ വേണോ വേണ്ടതെന്ന് വെച്ചോ, അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ എന്തായാലും യമാലിൻ്റെ റിവ്യൂ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് മെസ്സിയുടെ റിവ്യൂ വേണമെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. മെസ്സിയുടെ അത്യാവശ്യം നല്ല കാർഡാണ്, സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം 100 എല്ലാ ട്രിപ്പിൾ സെക്ഷൻ കിടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കളി കളിക്കുന്നതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും മെസ്സിയുടെ റിവ്യൂ ഉടനെ തന്നെ ഇറക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.